ഇത് ഒന്നുമില്ല കാരണം ആ പാടി ഈ രേഖ മാത്രമേ ഉള്ളൂ. ചവറ കേമമ്മലിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് 25 ലക്ഷം രൂപയാണ് അബ്ദുൽ വഹാബ് തട്ടിയെടുത്തിരിക്കുന്നത്. മകന് ജോലി നൽകാനുള്ള ഉറപ്പിന്റെ പുറത്താണ് താജുദ്ദീൻ ഇയാൾക്ക് ഈ അബ്ദുൽ വഹാബിന് 25 ലക്ഷം രൂപ പല തവണകളായി നൽകിയത്. ഇപ്പോൾ പരാതിക്കാരനായ താജുദ്ദീന് നിലവിൽ കിടപ്പിലായ അവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ അബ്ദുൽ വഹാബിന്റെ തട്ടിപ്പിലേക്ക്? അബ്ദുൽ വഹാബ് 2022 മാർച്ച് മാസം തൊട്ട് നമ്മുടെ അടുത്ത് ഇവിടെ കയറി ഇട്ട് പറഞ്ഞു മോൻ MBA പാസ്സായാലാണ്. MBA HR ആയിരുന്നു. അപ്പോൾ MBA അവിടെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. 25 ലക്ഷം രൂപ കൊടുത്താൽ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പല തവണകളായി വന്ന് പൈസ ആദ്യം 10 ലക്ഷം രൂപ അഡ്വാൻസ് വേണം, 25 ലക്ഷം രൂപ വേണം, 10 ലക്ഷം രൂപ ആദ്യം അഡ്വാൻസ് കൊടുക്കണം. നമ്മൾ 5 ലക്ഷം രൂപ 2022 ഓഗസ്റ്റ് 2-ാം തീയതി കൊടുത്തു. അപ്പോൾ അത് പോരാ, വീണ്ടും 5 ലക്ഷം കൂടെ വേണമെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 17-ാം തീയതി നമ്മൾ 2 ലക്ഷം രൂപ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് ഇയാളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, ശാസ്താംകോട്ട് SBI ബാങ്കിലേക്ക്. അത് കഴിഞ്ഞ് വീണ്ടും 3 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബാങ്ക് ഓഫ് ഇന്ത്യ പന്നനം ബ്രാഞ്ചിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് 2023 ഏപ്രിലാണ് ജോലി ശരിയാവുമെന്ന് പറഞ്ഞ് 30-ാം തീയതിക്കുള്ളിൽ ജോലി ശരിയാവും. അപ്പോൾ അതിൻ്റെ ബാക്കി പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ 14,30,000 രൂപ നമ്മൾ ഏപ്രിൽ 13-ാം തീയതി 2023 ഏപ്രിൽ 13-ാം തീയതി കൊടുത്ത് അങ്ങനെ വീണ്ടും വന്ന് പറഞ്ഞ് ഇപ്പം ജോലി കുറച്ച് താമസം കൊടുക്കും. അങ്ങനെ മാസങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നവംബർ ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് കബളിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ വീണ്ടും ഇയാൾ മധ്യസ്ഥതക്കാരെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇതുപോലെ നീട്ടി പറയാൻ തുടങ്ങി. അപ്പം മനസ്സിലായി ഇത് പൈസ കിട്ടാൻ. അങ്ങനെയാണ് നമ്മൾ പോയി 24,30,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നല്ലോ, അതായത് അത് നേരിട്ട് പൈസ കൊടുത്ത സമയത്ത് എത്ര രൂപയാണ് ആ സമയത്ത് കൈമാറിയത്? സമയത്ത് കൊടുത്ത് 14,30,000 രൂപ. അപ്പം അത് അന്നാണ് നമ്മൾ വീഡിയോ ഇങ്ങനെ അറിയാതെ വീഡിയോ എടുത്തത്. അപ്പം അതിൽ അയാൾ പറയുന്നുണ്ട്, ഞാൻ ഇബ്രാഹിം കുഞ്ഞിൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെ ആൾക്കാർ എപ്പോഴും അവിടെ ഉണ്ട്, അവർ വഴിയാണ് ജോലി ശരിയാക്കി തരുന്നത്, അവർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞത്. ഇത് ഒന്നുമില്ല കാരണം ആ പാടി ഈ രേഖ മാത്രമേ ഉള്ളൂ.